വർക്കല സ്വസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈശാഖ പുണ്യമാസത്തെക്കുറിച്ചാണ്. വൈശാഖ പുണ്യമാസം എന്ന് വെച്ചാൽ ഈ 2026 ഏപ്രിൽ മാസം 18-ാം തീയതി മുതലുള്ള ഒരു മാസം. ഇതിനെയാണ് വൈശാഖ മാസം എന്ന് പറയുന്നതും വൈശാഖ പുണ്യകാലം എന്ന് പറയുന്നതും. പൊതുവെ ഈ വൈശാഖ പുണ്യമാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിഷ്ണു പൂജയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ്. വൈഷ്ണവ ആരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ മാസമാണ് വൈശാഖ മാസം. മാധവന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായതിനാൽ ഇതിനെ മാധവ മാസം എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ വൈശാഖ മാസത്തിൽ എന്താണ് പ്രത്യേകത, എന്തൊക്കെയാണ് ഒരു വിഷ്ണു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനം. കേരളത്തിൻ്റെ രീതി വെച്ച് പറഞ്ഞാൽ ഗുരുവായൂർ ഏറ്റവും ദർശന പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖ മാസം. ഗുരുവായൂർ ദർശനം നടത്തുന്നത് വിശേഷമാണ്, വൈഷ്ണവാരാധന ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. ഇങ്ങനെ എന്തുകൊണ്ട് ഈ മാസത്തിന് ആ ഒരു പ്രാധാന്യം വന്നു? വൈശാഖ മാസത്തിൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ കാണുന്നു. വൈകുണ്ഠം വെടിഞ്ഞ് വൈകുണ്ഠത്തിൽ നിന്നും അദ്ദേഹം ഭൂമിയിൽ ലക്ഷ്മി സമേതനായി കാണും. തൻ്റെ ഭക്തജനങ്ങളുടെ ഗ്രഹത്തിൽ വരും, അവരെ അനുഗ്രഹിക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം. ആയതുകൊണ്ട് തന്നെ വൈഷ്ണവാരാധനയ്ക്ക് വളരെ പ്രാധാന്യം കാണുന്നു എന്ന് മാത്രമല്ല, ആ വൈശാഖ മാസത്തിൽ പുണ്യസ്നാനം, പ്രത്യേകിച്ച് ഉദയത്തിന് ശേഷമുള്ള 6 നാഴികയ്ക്കുള്ളിൽ 2.25 മണിക്കൂർ, ഉദയം എത്ര മണിയാണ് ഏകദേശം 2.25 മണിക്കൂറിനുള്ളിലുള്ള പുണ്യ സ്നാനങ്ങൾ, നദീസ്നാനങ്ങൾ, ഇതെല്ലാം വളരെ വിശേഷപ്പെട്ടതാണ്. കാരണമായി പറയുന്നത് വൈശാഖ മാസത്തിൻ്റെ പുലർകാലത്തിൽ ആ ഉദയത്തിന് മേലുള്ള 6 നാഴികയോളം എല്ലാ നദികളിലും എല്ലാ ജലാശയങ്ങളിലും ഗംഗാ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ പ്രഭാതത്തിലെ ഗംഗാസ്നാനത്തിൻ്റെ തുല്യമായിട്ടുള്ള ഫലം ഏത് നദിയിൽ അന്ന് സ്നാനം ചെയ്താലും ലഭിക്കും. അങ്ങനെ പുലർകാലത്തിൽ നദിയിലോ അതുപോലുള്ള വിശുദ്ധമായ കുളങ്ങളിലോ സ്നാനം ചെയ്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ വിഷ്ണു പ്രാധാന്യം, വിഷ്ണുവിൻ്റെ ഗുണം, വിഷ്ണുവിൻ്റെ അനുഗ്രഹം അധികമായി നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. അതൊരു കാര്യം. പിന്നെ വിഷ്ണു പ്രാർത്ഥന കൊണ്ട് ക്ഷിപ്രമായ ഫലം, പെട്ടെന്ന് ഫലം ലഭിക്കുമെന്നാണ്. നമ്മുടേതായ ഭൗതികമോ ആത്മീയമായതോ ആയ കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞാൽ അതിൻ്റെ ഫലം, അതിൻ്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടാൻ വൈശാഖ മാസത്തിലെ ഭജന കൊണ്ട് സാധിക്കുമെന്നർത്ഥം. ഇനി വൈശാഖത്തിലെ പൗർണമി എന്ന് പറയുന്നതും വിഷ്ണു പ്രാധാന്യം ഏറ്റവും ഉള്ള ഒരു ദിവസമാണ്. സ്കന്ദപുരാണത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതും മാസങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാധവ മാസം അല്ലെങ്കിൽ വൈശാഖ മാസമാണ് എന്നാണ്. പ്രഭാതത്തിലെ സ്ഥാനത്തോടുകൂടി ജപം, ഹോമം, പുരാണ പാരായണം, സജ്ജന സംസർഗം, അതിഥിയെ സ്വീകരിക്കുക, അതിഥിക്ക് ആഹാരം കൊടുക്കുക, അന്നം കൊടുക്കുക, അതിഥിക്ക് വസ്ത്രം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് ക്ഷയിക്കാത്ത പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ വൈശാഖ മാസം പൊതുവെ ഗ്രീഷ്മ ഋതുവിലാണ് വരുന്നത്. കത്തിരിയുന്ന ആ ചൂടത്ത് ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ജലമാണ്, തണലാണ്, ചെറിയ കാറ്റാണ്. അതൊക്കെ കൊണ്ട് തന്നെ വൈശാഖ മാസത്തിൽ ജലം ദാനമായി നൽകുന്നത്, കുട ദാനമായി നൽകുന്നത്, ചെരുപ്പ് ദാനമായി നൽകുന്നത്, വിശറി ദാനമായി നൽകുന്നത് ഒക്കെ തന്നെ അക്ഷയമായ ഒരു പുണ്യമായിട്ടാണ് കരുതുന്നത്. വൈശാഖ മാസത്തിൽ എന്തൊക്കെ ദാനം ചെയ്യണമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ജലം, കുട, അതുപോലെ വിശറി, ചെരുപ്പ്, ഇതൊക്കെ തന്നെ ദാനം ചെയ്യുന്നതുകൊണ്ട് അക്ഷയമായ പുണ്യം ലഭിക്കുമെന്നാണ് പറയേണ്ടത്. അതുപോലെ ലക്ഷ്മി സമേതനായിട്ടുള്ള വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിലുള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മീ കീർത്തനങ്ങൾ, കനകധാരാസ്തവം, മഹാലക്ഷ്മി അഷ്ടകം ഇവയൊക്കെ തന്നെ പ്രഭാതത്തിലും സന്ധ്യാനേരത്തും നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ജപിക്കുന്നതും പാരായണം ചെയ്യുന്നതുമൊക്കെ അക്ഷയമായ ധനം ലഭിക്കുന്നതിനും വൈശാഖ മാസത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഫലമായി ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഈ അക്ഷയ തൃതീയ, പരശുരാമ അവതാരം, അന്നപൂർണേശ്വരിയുടെ അവതാരം, ഇതൊക്കെ വരുന്നത് ഈ വൈശാഖ മാസത്തിലാണ്. വൈശാഖ മാസത്തിലെ പ്രധാന ദിവസങ്ങൾ വൈശാഖ മാസത്തിലാണ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ദേവതകളുടെ അവതാര ദിനങ്ങൾ വരുന്നത്.
ആദ്യം പറഞ്ഞാൽ പരശുരാമന്റെ അവതാരം, പിന്നെ അക്ഷയ തൃതീയ ദിവസത്തിൽ ബലരാമന്റെ അവതാരം, അത് കഴിഞ്ഞാൽ അന്നപൂർണേശ്വരിയുടെ അവതാരം, അതുപോലെ വൈശാഖത്തിലെ ശുക്ലപക്ഷ ചതുർദശിയിലെ നരസിംഹാവതാരം, ആദിശങ്കരന്റെ ജനനം, ദത്താത്രേയ ജയന്തി, ഗൗതമ ബുദ്ധന്റെ ജനനം, ബുദ്ധപൗർണമി എന്നൊക്കെ പറയുന്നു. എല്ലാം തന്നെ വൈശാഖ മാസത്തിലാണ്. ആ ഒരു കാര്യം കൊണ്ടും വൈശാഖ മാസത്തിൽ ഏറെ പുണ്യം ഉണ്ട്. ഇങ്ങനെ മഹാന്മാരുടെയും ദേവതകളുടെയും പ്രധാനപ്പെട്ട ദേവതകളുടെയും ഒക്കെ തന്നെ ജന്മമാസവും കൂടെയാണ് ഈ വൈശാഖ മാസം. ക്ഷേത്ര ദർശനം കൊണ്ടുള്ള പുണ്യം മാത്രമല്ല, ദാനം കൊടുക്കുന്നതിൻ്റെ പുണ്യം മാത്രമല്ല, ഈ വൈശാഖ മാസത്തിലെ നല്ല രീതിയിലുള്ള ചിന്തയും പ്രാർത്ഥനയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള ഗുണങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണ്. വൈശാഖ മാസത്തിൽ ഗുരുവായൂർ ദർശനവും വളരെ വിശേഷപ്പെട്ടതാണ്. ഗുരുവായൂർ മാത്രമല്ല, ഏത് പ്രധാനപ്പെട്ട വിഷ്ണു ക്ഷേത്ര ദർശനവും വൈശാഖ മാസത്തിൽ ഗുണം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വർക്കല സ്വസ്തി ജ്യോഷ്ഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.